കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പോ ദീപയുടെ വീട്ടിൽ ദീപയും രചനയും മാത്രമേ ഉള്ളൂ. അവിടെ അച്ഛന് താമസിക്കാൻ മുറിയുണ്ട്. അങ്ങോട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. അത് നല്ല കാര്യം. ഇടയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാമല്ലോ. ശരി, അതൊക്കെ അച്ഛനെ കാണുമ്പോ സംസാരിക്കാം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞാ മറക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ശരി. പോയോ? പോയി. കൊറേ സാധനം മേടിച്ചോണ്ടാ വന്നത്. അവൻ അങ്ങനെയാ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ സഹായിക്കാൻ ഒരു മടിയില്ല. പിന്നെ നമ്മുടെ മോൾ അവന് വേണ്ടിട്ട് വലിയൊരു കാര്യമല്ലേ ചെയ്യുന്നേ. അതിന്റെ ഒരു നന്ദി സ്നേഹവും അവൻ എന്നും ഉണ്ടാവും. അത് പറയുകയും ചെയ്തു. എങ്കിലും കൂടെ കൂടെ ഇങ്ങനെ കേറി വരുന്നതുകൊണ്ട് എനിക്കെന്തോ ഒരു ഭയം പോലെ. അവന്റെ സ്വഭാവം അതാണോ? അവൻ ഇനി ഇതൊഴി പോയാ ഉറപ്പായിട്ട് ഇങ്ങോട്ട് കയറും. അതുകൊണ്ടാ മോൾ അച്ഛനോട് പറയുന്നത് ഇടയ്ക്കൊക്കെ മാറി നിക്കണമെന്ന്. അങ്ങനെ മാറി നിക്കണമെന്ന് രണ്ടാളും പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് മാറാൻ തുടങ്ങുമ്പോ രണ്ടാൾക്കും വലിയ വിഷമാവും. അത് പിന്നെ അങ്ങനെയല്ല ഗംഗേട്ട. എത്ര നാള് കൂടിയാ ഗംഗേട്ടൻ ഞങ്ങൾക്കൊപ്പം താമസിക്കുന്നത്? രണ്ടും കൂടി പറയാൻ പറ്റില്ല. അച്ഛന് വേണ്ടി ഒരു വീട് നോക്കണമെന്ന് മോൻ പറഞ്ഞു. ദീപയുടെ കൂടെ താമസിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോ ദീപമോളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാമല്ലോ. എന്തായാലും കേറി കിടക്കാൻ വീടുണ്ടായത് ഭാഗ്യായി. എവിടെയായാലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാം. ഇതിനു മുമ്പ് ഉറക്കമില്ലായിരുന്നേ. ഒരു പുള്ളിപ്പുല്ലിയുടെ കൂടെ അല്ലായിരുന്നോ താമസം? അവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. പിന്നെന്തിനാ എത്ര പെട്ടെന്ന് വിളിക്കുന്നത്? ഹലോ. അച്ഛനെവിടെയാ? ഹലോ അച്ഛാ. ഹലോ. ഞാൻ ഗുരുവായൂരാ മോനെ. ഇവിടുന്ന് നെല്ലുവായിക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ? എടാ, നെല്ലുവായിക്ക്. അവിടെ ധന്വന്തരി മൂർത്തിയാണല്ലോ. അവിടെ പോയി മുക്കുടി നിവേദ്യം ഒന്ന് സേവിക്കണം. എന്തെങ്കിലും കൈവിഷമോ മറ്റോ വയറ്റി പോയിട്ടുണ്ടെങ്കിൽ മുക്കുടി നിവേദ്യം അകത്ത് എന്നാ മതി. അതിനൊരു ശമനം കിട്ടും. ഇനിയിപ്പോ ഗുരുവായൂർ ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോകുന്നേ? അവിടുന്ന് മുത്തപ്പന്റെ അടുത്തുനിന്ന് പോണം, പഴശ്ശിനിക്കടവില്. പിന്നെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം കൂടി കയറിയിട്ട് മൂകാംബികയ്ക്ക് പോകണോ തിരിച്ചു വിടണോ തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി? എന്താ അച്ഛനെ മോനെ വിളിക്കാൻ പാടില്ല? അല്ല, വിളിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നോണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ആകെ ടെൻഷനില്ല. 10ാം ഉദയത്തിന്റെ അന്ന് കല്യാണം നടത്തണമെന്നാ അമ്മ പറയുന്നത്. എടാ, മിക്കവാറും 10ാം ഉദയത്തിന് മുമ്പ് അവളുടെ 16 എല്ലാവരും കൂടി കൂടേണ്ടി വരും. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. എന്നാ പിന്നെ മുക്കുടിയൊക്കെ സേവിച്ചിട്ട് പോരെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, നിങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. നിന്നെ ഈ ഊരാക്കുടിക്കിന്ന് രക്ഷിക്കണമെന്ന് ഗുരുവായൂരപ്പനോടും സകല ദൈവങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിതമോൾ എന്ത് പറയുന്നു? കുഴപ്പമൊന്നുമില്ല.
ആളെ വിശ്വസിക്കാലോ അല്ലേ? എടാ ഞാൻ എത്ര തവണ പറഞ്ഞു മോനെ, ഹരിതമോളുടെ കാര്യത്തില് സംശയം ഒന്നും വേണ്ടാന്ന്. എന്നെക്കാളും വിശ്വസിക്കാവുന്ന കൂട്ടത്തിലാ. ആ, ഞാനിപ്പോ ഹരിതയുടെ വീട്ടിൽ പോയിരുന്നു. ഹരിതയുടെ അമ്മയുടെ കയ്യിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആ, അതൊന്നും വേണ്ട മോനെ, അതൊക്കെ അവര് നോക്കിക്കോളുമല്ലോ. നീ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൊച്ചിന്റെ കയ്യിൽ കൊടുത്താ മതി. അങ്ങനെ കൊടുത്താലും അത് വാങ്ങിക്കത്തില്ല. എങ്കിലും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകണ്ട. അവിടെ ആണുങ്ങളാരും ഇല്ലല്ലോ അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആ, എന്നാ ശരി മോനെ. ദേ എനിക്ക് വണ്ടി വരുന്നു, ഞാനൊന്ന് കേറിക്കോട്ടെ. ശരി. ഓ ശരി മോനെ. ഹരിതേ, അമ്മയുമായിട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ചോ? ആലോചിച്ചു. ഇടിപിടിയുന്ന കല്യാണം വേണ്ടെന്ന് അമ്മ പറയുന്നത്. നീ എന്താ ഹരിത ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, നിന്റെ അമ്മ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അമ്മയുടെ അഭിപ്രായം മാറ്റാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നീ നിന്റെ അമ്മയെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിപ്പിക്കണ്ടേ? 10-ാം ഉദയത്തിന് കല്യാണം നടക്കുന്ന കാര്യം ഉറപ്പാ. അതിനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റില്ല. എന്നെ കെട്ടാൻ പോകുന്ന കാർത്തിയുണ്ടല്ലോ, ആ കാർത്തിക്കൊക്കെ ഏട്ടന് സംശയമുണ്ട്. അതുപോലെ തന്നെ ദീപേ, അവര് രണ്ടാളും തമ്മിൽ ഇപ്പം മിണ്ടുന്നില്ല, കാണുന്നില്ല. എങ്കിലും ബന്ധം പിരിയാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതൊഴിവാക്കാൻ ഈ കല്യാണം നടന്നേ പറ്റൂ. ബന്ധം പിരിയാതെ എങ്ങനെ മേഡം ഈ കല്യാണം നടത്തുന്നേ? നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് ബന്ധം പിരിയാൻ വേണ്ടതൊക്കെ ചെയ്യാമെന്ന് കാർത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളുടെ അച്ഛൻ വക്കീലിനോട് കാർത്തി എല്ലാം പറയാമെന്നാ പറഞ്ഞത്. അങ്ങേരൊരു വക്കീലായതുകൊണ്ട് സംഗതി എളുപ്പമാ. അതുകൊണ്ട് ഇനി ബന്ധം പിരിയാത്തത് നിങ്ങളുടെ കല്യാണം നടത്താതിരിക്കാൻ ഒരു കാരണമാവണ്ട. നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഉണ്ടായിരുന്ന ഉത്സാഹമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. നിന്നെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തോ? ഏയ് ഇല്ല മേഡം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഒരു വിഷയത്തില് ഇനി അമ്മയെ വെറുതെ ചൂട് പിടിപ്പിക്കരുത്. കല്യാണം വിളിയൊക്കെ തുടങ്ങി, എന്റെ മാത്രല്ല നിങ്ങളുടെയും. അത് നീ മനസ്സിലാക്കണം. ഇനിയിപ്പൊ നിനക്ക് നിന്റെ അമ്മയ്ക്ക് അന്ന് നടത്താൻ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം. എന്തായാലും ഏട്ടന്റെ കല്യാണം അന്ന് നടത്തിയേ പറ്റൂ. അത് 100% ഉറപ്പിച്ച കാര്യ. ഇനി നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിലും ആ ദിവസം തന്നെ ജയേട്ടന്റെ കല്യാണം നടക്കും. പക്ഷെ നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരിക്കുന്നു മാത്രം. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ അമ്മയ്ക്കും കാർത്തിക്കും ഒരു പ്രയാസവും ഇല്ല. എന്റെ അമ്മയെ പോലെ കാർത്തിയുടെ ആഗ്രഹ ജയേട്ടനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ഞാനും അങ്ങനെ തന്നെയാ. ഞാൻ ഒന്നുകൂടി അമ്മയോട് പറയാം. അമ്മാവന്മാരും ഒക്കെ ആയിട്ട് ആലോചിക്കണം. അതുകൊണ്ടാണ് അമ്മ ഒരു തീരുമാനം പറയാതിരിക്കുന്നത്. അമ്മാവന്മാരുടെ നമ്പർ അമ്മയ്ക്ക് കൊടുക്ക്, അമ്മ വിളിച്ചോളും. അയ്യോ അതൊന്നും വേണ്ട. മാഡത്തിന്റെ അമ്മയുടെ സംസാരം ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഓ, നിന്റെ അമ്മാവന്മാരെന്താ ടിപ്പു സുൽത്താന്റെ ആൾക്കാരാണോ? അവർക്ക് എന്റെയും എന്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ജോലിയാണ്. അങ്ങനെ ചെയ്യാതിരുന്നിട്ട് അമ്മ എന്തെങ്കിലും പറയുമ്പോ അവർക്കത് ഇൻസൾട്ട് ആയാല് അതിന് കാരണക്കാര് നീ തന്നെയാ. പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് പറയണം. എന്റെ അമ്മയുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്റെ അമ്മാവന്മാര് സംസാരിച്ചാല് ചിലപ്പോ അമ്മ ആ സ്പോട്ടിൽ അവരുടെ കരണത്തടിച്ചു നിൽക്കും. ഇത്രയും ദിവസമായിട്ടും നിനക്കതൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായി മാഡം, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. എത്രയും പെട്ടെന്ന് വേണം. എന്തായാലും നിശ്ചയിച്ച മുഹൂർത്തം മാറ്റുന്ന പ്രശ്നമൊന്നുമില്ല. 10-ാം ഉദയത്തിന് എന്റെ കഴുത്തിൽ കാർത്തി താലി കിട്ടുമ്പോ നിന്റെ കഴുത്തിൽ ജയേട്ടനും ഇട്ട് തരും ഒരു താലി. അതിലിനി ഒരു മാറ്റവും ഇല്ല. കല്യാണം തള്ളി നീക്കാൻ ജയലാൽ തീവ്ര ശ്രമം നടത്തുന്നുണ്ട്.
എന്നാൽ 10-ാം ഉദയത്തിന്റെ അന്ന് ഞാൻ ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ തന്നെ അവരുടെ താലികെട്ട് നടത്തണം. ജയലാലിന്റെയും ഹരിതയുടെയും. സാറിന് അത്ര സന്തോഷമല്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഒരുത്തൻ ഇരട്ടത്താപ്പുമായിട്ട് നടക്കുന്നത് അത്ര ശരിയല്ല സാറ്. എന്റെ അഭിപ്രായത്തിൽ ഈ ഹരിത എന്ന പെൺകുട്ടിയെ അവൻ മനഃപൂർവ്വം ആ കമ്പനിയിൽ ജോലിക്ക് വെച്ചതെന്ന്. എന്നിട്ടിനി അവളെയും പ്രേമിച്ച് നടക്കണം. അത് കഴിഞ്ഞിട്ട് അവളെയും തള്ളിക്കളയണം. ശരിക്കു പറഞ്ഞ അവൻ സ്ത്രീ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരുത്തനാണെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്നൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് അവനെങ്കിൽ നീ പറഞ്ഞതുപോലെ ഈ കള്ളത്തരം പൊളിക്കാൻ മേടമാസത്തെ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നത് നല്ലത് തന്നെ. എങ്ങനെയെങ്കിലും അതിനു മുമ്പ് അവര് തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. ഇപ്പോ വക്കീൽ സാറിന്റെ മോൾക്കും ജയലാലിനെ വേണമെന്നൊന്നും പറയുന്നില്ല. പിന്നെന്താ ബന്ധം പിരിയാനൊരു താമസം? അവിടെ എന്തോ ഒരു നാടകം നടക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. വക്കീൽ സാറിന് അറിയാലോ, കല്യാണത്തിന് മുമ്പ് ജയലാലിനെ തല്ലി അവശനാക്കിയവനാ ഞാൻ. അന്നവൻ എനിക്ക് വാക്ക് തന്നതാ ഇനി ദീപയെ കെട്ടില്ലെന്ന്. എന്നിട്ട് അവസാനം അവൻ അത് തന്നെ ചെയ്തു. അതുകൊണ്ട് അവരിപ്പോഴീ പറയുന്നൊന്നും വിശ്വസിക്കേണ്ടെന്ന് ഞാൻ പറയുന്നത്. കള്ളത്തരം ഉണ്ടെങ്കിൽ പൊളിക്കണം സാറേ. അതിന് അടുത്ത മാസം നടക്കാൻ പോകുന്ന കല്യാണത്തിന് സാറ് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. എനിക്കിപ്പോ എന്റെ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാ കാർത്തി. അവരുമായിട്ട് സത്യം പറഞ്ഞ എനിക്കിപ്പോ ഒരു ബന്ധം പോലുമില്ല. വിജയകുമാർ എന്ന വാല് എന്റെ പെമ്മക്കളെ രണ്ടും ഇപ്പൊ വെട്ടിമാറ്റി കഴിഞ്ഞു. ദിലീപ് മാത്രമേ ഇപ്പൊ അതിൽ സൗന്ദര്യം കാണുന്നുള്ളൂ. ജയലാൽ എന്ന് പറയുന്നവനോട് എനിക്ക് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. അതുപോലെ അവൻ ചീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്റെ അച്ഛൻ നിർബന്ധിച്ചിട്ട് പോലും ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാത്തത്. കാർത്തി, അവിടെ നിന്നെ ഞാനും ഉപദേശിച്ചേ പറ്റൂ. മറ്റൊന്നും കൊണ്ടുമല്ല, നീ കരുതുന്നതിനേക്കാളും ഡേഞ്ചറാണ് ഈ പറയുന്ന രാഗിണി. അത് നിനക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവൂലോ. എടാ, ആണുങ്ങൾ പല കുറ്റകൃത്യങ്ങളും ചെയ്ത് ജയിലിൽ കിടക്കും. എന്നാൽ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അത് കുറവാ. പ്രത്യേകിച്ച് കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിൽ. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. മരുമോളുടെ തല തല്ലി പൊളിച്ചിട്ടാ അവര് ജയിലിൽ പോയത്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല സാറേ. ക്രിമിനൽ പശ്ചാത്തലം അവനേക്കാൾ കൂടുതലുള്ളവനായി ഞാൻ. അതില് മറ്റാർക്കും പിന്നിലൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് ഈ രാഗിണി എന്ന് പറയുന്നവരെ വലിയ പേടിയൊന്നുമില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ ഇത്തിരി താഴ്ന്നു നിൽക്കുന്നെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അമ്മായിയമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം. എത്ര നാൾ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക? അതേപറ്റി നിനക്ക് വലിയ നിശ്ചയമുണ്ടോ? പോകുന്നിടത്തോളം പോട്ടെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നഷ്ടം നമ്മൾ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്കല്ലേ? അതൊക്കെ പണ്ടായിരുന്നടാ കാർത്തി, പണ്ട്. ഇന്നിപ്പോ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ആണുങ്ങൾ തന്നെയാ. അങ്ങനെയാണ് ഇപ്പൊ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു വക്കീലായി എനിക്ക് നന്നായിട്ട് അറിയാം. പലതും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയപ്പോ. അതുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ടൊരു കല്യാണം കഴിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ യുദ്ധം ചെയ്ത് ജീവിതം മൊത്തം പാഴായവനാ ഈ ഞാൻ. അങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ നിന്നോട് ഞാനിതൊക്കെ പറയുന്നത്. എന്തായാലും മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ടില്ല. 10-ാം ഉദയത്തിന് ചാരു എന്റെ ഭാര്യയാവും. അന്ന് തന്നെ ഹരിതയും ഭാര്യയാവണം ആ ജയലാലിന്റെ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ മൂത്ത മോളല്ലേ നൈനെ. അതുകൊണ്ട് തന്നെ അവളുടെ ബന്ധം പൊട്ടിപ്പോരുന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ജയലാൽ അവളെ കളയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവന്റെ അമ്മ തുനിഞ്ഞിറങ്ങിയിരിക്കുമ്പോ അത് നടക്കുമെന്ന് തോന്നണില്ല. ഈ ജയലാൽ എന്ന് പറയുന്നവൻ അച്ഛൻ പറയുന്ന പോലെ അത്ര നല്ലവനൊന്നുമല്ല. അവൻ അവന്റെ അമ്മയുടെ പേരും പറഞ്ഞ് അവളെ തള്ളിക്കളയാൻ നോക്കുക. വേറൊരുത്തിയെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോവല്ലേ? അത് അയാളുടെ ഷോറൂമിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുത്തിയെ. ദീപയോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾ അത് സമ്മതിക്കോ? എടാ, അവൻ ഭയങ്കര ഫ്രോഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും. അതുകൊണ്ടാണ് അവനെ കോടതി കയറ്റാന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന് നിന്റെ പെങ്ങള് സമ്മതിക്കില്ലല്ലോ. അവക്ക് ഇപ്പോഴും അവൻ ഹരിശ്ചന്ദ്രനാ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തിനാ അച്ഛാ കേസ് വാദിക്കാൻ പോകുന്നത്? അഹങ്കാരികളാ അവളും അവളുടെ അനിയത്തിയൊക്കെ. അമ്മയുടെ കാര്യം പറയുകയും വേണ്ട.
അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. എന്നൊക്കെ പറഞ്ഞാലും പെമ്മക്കളുടെ ജീവിതമല്ലേ മോളെ. അത് പാഴായി പോകണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ലല്ലോ. ഈ പറയുന്ന അച്ഛനോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ അവർക്ക്? ഡോക്ടർ ദിലീപ് വിജയകുമാർ എന്ന് പേരിട്ടത് പോലും സഹിക്കാത്തവളാ അച്ഛന്റെ ഇളയ മോള്. വിജയകുമാർ എന്ന വാല് അവളും അവളുടെ ചേച്ചിയും വെട്ടിക്കളഞ്ഞെന്ന് അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അവളുമാരെ അങ്ങനെ പറയൂ മോനെ. മക്കളായി പോയതുകൊണ്ട് ഒരുപാട് താഴേക്ക് പോകാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ കാർത്തി വന്നപ്പോ പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെയോ ഡ്രാമയുണ്ടെന്ന്. ജയലാലും ദീപയും തമ്മിൽ ബന്ധം പിരിയാത്തത് അവര് തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉള്ളതുകൊണ്ടാണെന്നാ അവൻ പറയുന്നത്. കള്ളികളാ. അതുകൊണ്ട് അതും അതിനപ്പുറവും സംഭവിക്കാം. ഒരു കാര്യം ഉറപ്പാ, അയാളുടെ അമ്മ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവരായതുകൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചെങ്കിൽ അയാൾ അതിന് നിന്ന് കൊടുക്കേണ്ടി വരും. കല്യാണത്തിന് മുമ്പ് വഴിതെറ്റി നടന്ന ഒരു പെൺകുട്ടിയാണ് ദില്ലിയുടെ ചേച്ചി. കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയെ ഭർത്താവിന് നന്നായിട്ടങ്ങ് മനസ്സിലായി കാണും. അതുകൊണ്ട് അയാൾ അമ്മയുടെ പേര് പറഞ്ഞ് അവളെ ഒഴിവാക്കാനാ നോക്കുന്നത്. മോള് പറയുന്നത് പോലെ ദീപ അങ്ങനെ വഴിതെറ്റി നടന്നൊരു പെൺകുട്ടിയൊന്നും അല്ല. അച്ഛൻ മുമ്പും പറഞ്ഞിട്ടില്ലേ അവളെ ട്രാപ്പിലാക്കിയത്. എന്നിട്ട് ആ ട്രാപ്പിലാക്കിയവളുടെ കൂടെയല്ലേ ഇപ്പോഴും അവള് താമസിക്കുന്നത്. നിങ്ങൾ ആങ്ങളെ അച്ഛനുമാ. അതുകൊണ്ട് അവളുമാരെ നിങ്ങൾ ന്യായീകരിക്കും. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ രണ്ടുപേരെ അടുത്തറിഞ്ഞതാ. അത്യാവശ്യം പ്രശ്നക്കാരാ രണ്ടുപേരും. അല്ല, ഒരുത്തിയുടെ കൂട്ട് ഗുണ്ടയായിട്ടല്ലേ. അതിനി എന്താവൂ എന്തോ. അവൾ പറഞ്ഞ ശരിയാച്ചാ. ഇനിയിപ്പോ അവളുമാരെ കുറിച്ചൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി നമ്മൾ വക്കാലത്ത് പറയാൻ പോയാല് നമ്മൾ നാർത്തേ ഉള്ളൂ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയും വിളിക്കുകയൊക്കെ ചെയ്യുന്നോണ്ടാ ഞാൻ സംശയിച്ചത്. ഒരു കാരണവും കൂടാതെ ഇവിടേക്ക് വന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ എന്നെ വിളിക്കുകയും ചെയ്തു. അതൊക്കെ ഞാൻ ചെയ്യുന്ന സഹായത്തിന് പ്രത്യുപകാരം ചെയ്യുന്നതാ. ജയൻ പറഞ്ഞതും അങ്ങനെ തന്നെയാ. എങ്കിലും എനിക്കെന്തോ ഒരു സംശയം പോലെ. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ജയേട്ടൻ അങ്ങനെ സംശയമുള്ളതായി എനിക്ക് തോന്നിയില്ല. ഇപ്പൊ നമ്മൾ ഭയക്കേണ്ടത് കല്യാണത്തെയാ. എത്ര പറഞ്ഞിട്ടും ആ ദിവസം തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്നാ ചാരു പറയുന്നേ. മോള് ലീവിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? അത് സൂചിപ്പിച്ചില്ല. ജയേട്ടന് ലീവ് എടുക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ലല്ലോ. പിന്നെ ചോദിക്കാത്തതാ നല്ലതെന്ന് തോന്നി. ഡിവോഴ്സിനെ പറ്റി സീരിയസ് ആയി ചിന്തിച്ചോണ്ടിരിക്കുക അവര്. മിക്കവാറും കല്യാണത്തിന് മുൻപ് ആ ചടങ്ങ് ജയേട്ടന് നടത്തേണ്ടി വരും. എന്നാ പിന്നെ യാത്ര പോയിട്ട് മടങ്ങി വരുമ്പോ ഞാൻ കോട്ടയത്ത് ഇറങ്ങാം, എന്നിട്ട് അവിടെ താമസിക്കാം. അച്ഛൻ എന്തിനാ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? അതന്നെ ഞാനും പറയുന്നേ. ജയൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ദീപയ്ക്കൊപ്പം താമസിക്കാന്ന്. ദീപേച്ചിക്കും രജനേച്ചിക്കും ഒക്കെ അത് ഇഷ്ടമായിരിക്കും വെച്ചാ. ഇന്ന് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാലോ. അതുപോലെ തന്നെ തിരിച്ചു. അച്ഛൻ അവിടെ ഉള്ളപ്പോ ഞങ്ങൾ ഇവിടെ വന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവങ്ങളെ കാണാൻ പോവല്ലേ, അത് കഴിഞ്ഞ് വരുമ്പോ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. പിന്നെ ഞാൻ ഇത്തവണ അമ്പലത്തിലേക്ക് പോകുന്നത് ഒരുത്തി മരിക്കണേന്ന് പ്രാർത്ഥിക്കാനാ. വേറെ ആരുമല്ല, എന്റെ ആദ്യ ഭാര്യ തന്നെ. എല്ലാവരെയും ഇട്ട് ശ്വാസം മുട്ടിക്കുന്ന അവളെ എന്തിനാ മോളെ ജീവിച്ചിരിക്കുന്നത്? എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? അവള് മരിച്ചാല് അതിലും വലിയ ദുരന്തങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നാ ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാർത്തിയും ചാരുമായിട്ടുള്ള കല്യാണം പോലും നടക്കത്തില്ല. ജയലാലിന്റെ ഹരിലാലിന്റെ ഒക്കെ വീട്ടിൽ പോയി എനിക്ക് താമസിക്കാനും പറ്റും. അതുപോലെ അവരൊക്കെ പരസ്പരം സഹകരിച്ച് ജീവിക്കുകയും ചെയ്യും. ഇന്നുവരെ ആരുടെയും നാശത്തിന് വേണ്ടി ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇത് ദൈവങ്ങൾക്കല്ലാതെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നാ സുകന്യേ. എന്റെ രണ്ട് ആൺമക്കളും ധർമ്മസങ്കടത്തിലാ. പ്രത്യേകിച്ച് ജയൻ. അവനിങ്ങനെ വാലിൽ തീ പിടിച്ചതുപോലെ ഓടുന്നതും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നതും ഒക്കെ അതുകൊണ്ടാ. അതുപോലെ തന്നെ
അങ്ങനെ ഒരു ജന്തു ഈ ഭൂമുഖത്തില്ലെങ്കിൽ ദീപയും ദീപയുടെ വീട്ടുകാരും ഒക്കെ രക്ഷപ്പെടത്തില്ലേ? ദീപയുടെ അമ്മയ്ക്ക് അസുഖം വന്നതുപോലും ആ കൊച്ചിന്റെ ഭാവി ഓർത്തിട്ടാ. എല്ലാം പരിഹരിക്കാൻ ദൈവത്തെ പോലെ ഒരാളുണ്ടെന്നൊക്കെ ജയേട്ടൻ പറയുന്നുണ്ട്. ആ ബുള്ളറ്റ് ജഗനെ പറ്റി. ആ, അത് ശരിയാ. എല്ലാത്തിന്റെ അവസാനം ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നത് ആ പയ്യനാ. പക്ഷേ ഇവിടെ രാഗിണി ഒരു സ്ത്രീയായി പോയതാ പ്രശ്നം. ബുള്ളറ്റ് ജഗൻ സ്ത്രീകളുടെ ദേഹത്ത് കൈവയ്ക്കത്തില്ല. അല്ലെങ്കിൽ അവളെ രാഖി രാമനെ എവിടെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചേനെ. എനിക്ക് നല്ല ഭയമുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കൂന്ന് ഓർത്തിട്ട്. നിൽക്കുന്നത് ഞാൻ പറഞ്ഞിടത്ത് തന്നെയായിരിക്കും. അവളെ ചിതയിൽ വെക്കാനുള്ള അവസരം അവളെ തന്നെ ഉണ്ടാക്കുക. കത്തിക്കണം ജീവനോടെ ഇങ്ങനെയുള്ള ഇനങ്ങളെയൊക്കെ. തീയിട്ട ദഹിക്കാത്ത അത്ര അഴുക്ക അവളുടെ ശരീരത്തിലും മനസ്സിലും. അങ്ങനെയുള്ളവള് കത്തി അമരുന്നതില് എന്ത് തെറ്റാ ഉള്ളത്? ഈ പോക്ക് കണ്ടിട്ട് അച്ഛൻ അവരെ കത്തിക്കുന്നു തോന്നുന്നല്ലോ. അത് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പരിധി വിട്ട് കഴിഞ്ഞാ എന്റെ തലയിലേക്ക് ഞാൻ തന്നെ എടുത്തു വെച്ച ആ പാപത്തെ ഈ ഞാൻ തന്നെ ഒഴിവാക്കും. എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി.